ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ വന്നിട്ട് നമ്മളത് പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മര്യാദയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി കേട്ടോ. പിന്നെ കുറച്ച് ഷോർട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒപ്പിച്ച് പോയതേനു. അപ്പോൾ ഇതാ നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രി പെരും മഴയായിരുന്നു. എല്ലാം നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നുണ്ട്. ചെടിമേലൊക്കെ വെള്ളം നിൽക്കണിങ്ങനെ തുള്ളി ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഷൂട്ടിങ് മാത്രം ചെയ്ത് നിന്നാലൊന്നും കാര്യം നടക്കില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പണികളും എടുക്കാമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പം നോമ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമ്മളെ സാധാരണമായ ആ ഒരു രീതിയിലേക്കൊക്കെ ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഒന്ന് കുറച്ചൊരു ഇതാവും. ആ രാവിലത്തെ ചായ കുടിയും കട്ടൻ ചായ കുടി, പിന്നെ നമ്മളെ ചായം കടി ഉണ്ടാക്കലും കാര്യങ്ങളും ഇനി അങ്ങോട്ട് തുടങ്ങിയില്ലേ. എന്താ കറി, എന്താ ചോറ് എന്നും പറഞ്ഞിട്ടുള്ള ചായ കടി കറി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ പരിപാടികൾ അങ്ങ് തുടങ്ങല്ലേ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീറ്റ് എന്തായാലും വേഗം പിന്നെ കട്ടൻ ചായ കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് ഉണ്ടാക്കി വെച്ച എന്തായിരുന്നു ചിപ്സ് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു വീഡിയോ ഇങ്ങനെ ചെറുങ്ങനെ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ ആയത് കേട്ടോ. ഷോർട്ട് ആ വീഡിയോ ഇട്ടതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടതിന് എല്ലാവരും ഇപ്പം എന്താണ് പൈസ യൂട്യൂബിൽ ക്യാഷ് ഉണ്ടാക്കുന്ന തിരക്കാണ്, ആവുന്ന പണിക്ക് നിന്നാൽ പോരേന്ന്. അതൊക്കെ ഇപ്പം എന്താ അല്ലേ, നമ്മളതായ ഇഷ്ടത്തിനാണല്ലോ ഇപ്പോൾ ഇത് തുടങ്ങണത്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ കാണുക എന്നല്ലാതെ ഇപ്പം എന്താ പറയുക, ആരെയും നിർബന്ധിച്ചിട്ട് ഇപ്പോൾ ഒന്നും കാണിക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ തുടങ്ങുകയും ചെയ്തത്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും ഉണ്ട്, ഇതുവരെ ഉള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അതിന് ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ശരി, ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം. ബാ നാച്ചിമോൻ ഇതാട്ടോ രാവിലെ തന്നെ എണീച്ചപ്പോൾ ബലൂൺ വാങ്ങാനുള്ള പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. കിടക്കപ്പായി തന്നെ ഇന്ന് ബലൂണിൻ്റെ ചിന്തയാണ്. 2 ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ടാണ് എണീക്കണേ. അപ്പോൾ എന്നോട് പറയുക പൈസ കൊണ്ടാന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇല്ല പറഞ്ഞപ്പോൾ പറയുക ഉപ്പച്ചിൻ്റെ പൈസയിലുണ്ട് എന്ന്. അതിന് എടുത്തു കൊടുക്കാനാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഇനി എന്താണാവോ, ബലൂണിൻ്റെ ഒരു ഇളക്കാണ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇക്കയും ഇക്കാൻ്റെ ഒരു കൂട്ടുകാരനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബലൂണൊക്കെ വാങ്ങി കൊടുത്തിട്ടേനു കേട്ടോ പോയെ. ബലൂൺ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഇന്ന് 2 എണ്ണം വേണമെന്ന്. എന്തായാലും കുട്ടി ചെറുതൊക്കെയാണ് പറയുന്നത്, വലിയ എമ്മിലേക്കൊന്നും പോകാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്നാണ് നമ്മളവിടെ സ്കൂളിൽ 49ാമത്തെ വാർഷികമാണ്. അപ്പോൾ നാഫിമോൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ്, 3 മണിക്ക് ശേഷമാണ് കേട്ടോ പരിപാടി. അപ്പോൾ അതിന് പോകും വേണം. അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കണം. പിന്നെ ഇന്ന് കുടുംബശ്രീ ഉണ്ട്, അത് 4 മണിക്ക് കൂടലില്ല. പിന്നെ ഇന്ന് പരിപാടി ഉള്ളത് കൊണ്ട് ഉച്ചക്കത്തേക്ക് ആക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് വേഗം ഞാൻ എൻ്റെ പണികൾ തീർക്കട്ടെ വിചാരിച്ച്. പിന്നെ കടി എന്താണ് ഉണ്ടാക്കുന്നത്, നൂൽപുട്ടാണ്. അപ്പോൾ നൂൽപുട്ടിന് ഇതാ പൊടിയൊക്കെ വാട്ടി ഒക്കെ ഒന്ന് പീച്ച് ഇട്ടിൽ ചെമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിന് കേട്ടോ. ഇന്നലെ രാത്രി ചിക്കനും പിന്നെ കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് വറ്റിച്ചത് കഴിഞ്ഞു. അപ്പോൾ അതുണ്ട്. അതുകൊണ്ട് പിന്നെ കറി ഇതിനുള്ളത് ആയിക്കണ്. ഉച്ചക്കത്തേക്ക് പിന്നെ ഞാനും നാച്ചിയും തന്നെ ഉണ്ടാവുള്ളൂ. നിച്ചുമോളും ഇപ്പോൾ ഇന്ന് ചക്കരൻ്റെ അടുത്തുനിന്ന് ഓള് പെങ്ങളുടെ അടുത്ത് കൂടാൻ പോതേനല്ലോ. അപ്പോൾ ഓളും ഇന്ന് വരും ഉച്ചക്കത്തേക്ക്. എന്തായാലും സ്കൂൾ പരിപാടി ഉണ്ട്. അപ്പോൾ ഓൾ ഇന്ന് വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ഇക്കയും നാഫിയൊക്കെ എന്തായാലും സ്കൂളിലേക്ക് തന്നെ പോയിന് കേട്ടോ. അവിടെ ഇക്ക ചോറ് വെച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ചായം കുടിച്ചിട്ട് പോകും ഓരെന്തായാലും. പിന്നെ നമുക്കുള്ള ചോറ് ഉച്ചക്കത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യമായിട്ട് ഇനിയുള്ളൊരു പാചകത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ നൂൽപുട്ടും കറിയും വേണമെങ്കിൽ കുറച്ച് ആ ചോറുള്ളതൊക്കെ ഒന്ന് ചൂടാക്കി ആവിയേറ്റിയൊക്കെ ഒന്ന് വെച്ചാൽ അതന്നെ ഉണ്ടാവും നമുക്ക്. അപ്പം ഞാൻ ഓരോ പിന്നെ നൂൽപുട്ട് ആവി കയറ്റാൻ വെക്കുമ്പോഴേക്കുവേ അത് വേവണ സമയം കൊണ്ട് ഇതാക്കണേ, തിരുമ്പിയ തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ. മെഷീനിലിട്ട് തിരുമ്പിയത് ഇന്ന് കുറേ ഉണ്ടായിരുന്നു തിരുമ്പാൻ. നമ്മൾ 2 സൈഡോ പൈപ്പിൽ വെള്ളം ഇല്ലാണ്ട് കളിപ്പിക്കണ്. അപ്പോൾ ഞാൻ എൻ്റെ കുറേ തുണികളുണ്ടായിരുന്നു തിരുമ്പാൻ. കുറച്ച് ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളം വന്ന സമയത്ത് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഇതാ രാവിലെ തന്നെ തിരുമ്പാനിട്ടേന്. ഇപ്പോൾ വെള്ളം എങ്ങാനും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടങ്ങാറാവില്ല വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേഗം ഓരോന്ന് വെച്ചിട്ട് ഓരോരോ പണിയെടുക്കാൻ പോയി. തിരുമ്പൽ പിന്നെ തുണി അവിടെ കൊണ്ടുപോയി ആറിയിട്ടാണ്. പിന്നെ അടുത്തത് വെച്ചിട്ട് അകൊക്കെ ഒന്ന് ഒതുക്കി പുതപ്പ് മടക്കി വെക്കലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ പോയി. ഈ നൂൽപുട്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്, ഓരോന്ന് വെച്ചിട്ട് ഓരോന്നിന് പോവാം. ചിലപ്പോൾ ഒന്ന് പാത്രം കഴുകാൻ പോവുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വേവിച്ച് ചുട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇക്ക ചായ കുടിച്ചിട്ട് ഇക്ക സ്കൂളിലേക്ക് പോയിണ്. നാഫിമോനും കുടിച്ചിട്ട് പോയി.
ഇനിയിപ്പോൾ നാച്ചിക്കും കൊടുത്ത് ഓരെല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് എണീച്ചതാണ് കേട്ടോ. പിന്നെ ഞാനും വേഗം എൻ്റെ ചായ കുടിയും കൂടെ ഞാനും വേഗം കഴിച്ച് ഞാൻ എണീറ്റു. ചോറും കറിയൊന്നും വെക്കണ്ടാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള അടിക്കൽ തുടക്കൽ കഴുകൽ മോറൽ പരിപാടികളൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. ഇങ്ങനെ പെരങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ, തട്ടിക്കൊട്ടാനൊന്നും. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് എല്ലാം ഒന്ന് ഒതുക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് ചെയ്തു. പിന്നെ ഇത് അടുക്കളയിൽ എത്തിക്കുന്നു. അടുക്കളയിൽ പിന്നെ കുറച്ചൊക്കെ ഒന്ന് പണി ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി പാത്രങ്ങൾ ഞാൻ ചിലപ്പോൾ വെച്ച പാത്രമൊക്കെ ഒന്ന് വേറെ ചെറുതിലേക്കൊക്കെ മാറ്റി ഒന്ന് ഒഴിവാക്കാനൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു പണി ഉണ്ടാവും. ചായയൊക്കെ ഒന്ന് പാട്ടയൊക്കെ ഒഴിവാക്കണം. ചായപാത്രത്തിൽ അങ്ങനെ വെക്കൊന്നുമില്ല കേട്ടോ. അതിൽ ബാക്കിയുള്ളത് എന്തായാലും കളയണമൊന്നുമില്ല. ചിലപ്പോൾ നാച്ചൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാട്ടയിൽ വെച്ചത് ആ പാത്രമൊക്കെ എല്ലാം കഴുകാനുള്ളതൊക്കെ ഒന്ന് പെറുക്കി കൊണ്ടുപോയിട്ടതാണ്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു വിരുന്നാരും വന്നിട്ടുണ്ടായിന് കേട്ടോ. നാട്ടിൽ നിന്ന് വാപ്പാൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അനിയനും ഓരോ മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മെയ് 3-ന് ഒരു കല്യാണം ഉണ്ട് നാട്ടിൽ. വാപ്പാൻ്റെ അനിയൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഓരും വന്ന് ഇതിൻ്റെ ഇടയിൽ ഓരും വന്ന് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അങ്ങനെ വീഡിയോ അതിനൊന്നും ഇഷ്ടമായിക്കൊള്ളണം എന്നില്ലല്ലോ. പിന്നെ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഓര് വരുമ്പോൾ വീഡിയോ എടുത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഒരു പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ബാക്കി ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഒക്കെ ഒന്ന് അടുക്കളയും ഒതുക്കി പെറുക്കി തട്ടിക്കൊട്ടി വൃത്തിയാക്കുന്നുണ്ട്. നിച്ചുമോളുണ്ടെങ്കിൽ മുറ്റടിച്ച് വാരി തരലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓള് ചെയ്തു തരൂ. ഏറ്റവും വലുത് നാച്ചിക്കുട്ടനെ നോക്കലാണ്. അപ്പോൾ അത് എന്തായാലും വലിയ ഉപകാരമാണ് നോക്കൽ. പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല, വല്ലാണ്ട് ഇടങ്ങാറാക്കാനൊന്നുമില്ല. അതിലൊക്കെ ബലൂണൊക്കെ കിട്ടിയത് കൊണ്ട് അതും വീർപ്പിച്ച് അതിലൊക്കെ കളിച്ചങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അകമൊക്കെ ഒന്ന് എല്ലാം വൃത്തിയാക്കി പിന്നെ ഒക്കെ തട്ടിക്കൊട്ടി വേറെ വെള്ളം പിടിക്കലും മുറ്റടിക്കലും ഇതെല്ലാം അതിൻ്റെ ഇടയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വേഗം കേട്ടോ കുറച്ച് തോനെ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. വേഗം അതൊക്കെ ഒന്ന് കഴുകി പെറുക്കി എടുത്ത് വെക്കുന്നതാണ്. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എന്താല്ലേ എത്ര പെട്ടെന്നാണ് കഴുകി തീരുന്നത് വിചാരിക്കൂലേ. എന്തൊരു സ്പീഡിലാണ് കഴുകി കഴിയണത്. സംഭവം ഇങ്ങനെയൊന്നും അല്ലാന്ന് ഞമ്മക്കറിയാലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇന്നെ കാണാണ്ടാവണം. എന്താ വെച്ചാൽ അപ്പുറത്തേക്കുള്ള പാത്രങ്ങൾ കൊണ്ടുപോയി വെക്കാനുണ്ടാവും, അതിന് പോകണതാണ്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. എൻ്റെ നാച്ചിക്കുട്ടൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ്. നിച്ചുമോള് അപ്പോഴത്തേക്കും വന്നിക്കണ്. നിച്ചുവിനെ കുറേ ദിവസം കാണാണ്ടായി കണ്ടതിൻ്റെ ഒരു കൊശിയിലാണ് കേട്ടോ പിന്നെ നാച്ചിമോന്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കണ്. നമ്മൾ സാറിന് ഷെരീഫ് സാറ്, നമ്മളെ പ്രിയപ്പെട്ട ഷെരീഫ് സാറ്, അതുപോലെ ഇവിടുത്തെ HM ഒക്കെ ഇവിടുന്ന് സർവീസിൽ നിന്ന് പോവുകയാണ്. അപ്പം ഞങ്ങളെ വക ചെറിയൊരു സമ്മാനം, ഒരു ഫ്രെയിം ഞങ്ങളെ കൂടെ സാറ് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ സാറിന് കൊടുക്കണം എന്ന് വിചാരിച്ച് ഞങ്ങളതൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങിയതാ സാറിനെ ആദരിക്കൽ ഇതൊക്കെയാണ്. എന്താണ് മഞ്ഞ ഹൽദിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റേജിലേക്ക് കയറുമ്പം എല്ലാവരും ഞങ്ങൾ 5 ആളാണ് ഇത് കൊടുക്കുന്ന ആൾ. അപ്പം ഞങ്ങളെല്ലാവരും മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് മഞ്ഞ ലെങ്കി ഇങ്ങനെ വന്ന പോലെ മഞ്ഞൾ ഹൽദി ആണോ മഞ്ഞ കല്യാണമാണോ എന്നൊക്കെ ചോദിച്ച് ഓരോരോ കമൻറ്റും കാര്യങ്ങളും കോമഡിയൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ രാത്രിയാണ് കാര്യപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നത്. ഇത് നാഫിമോൻ്റെ ഡാൻസാണ് കേട്ടോ. പിന്നെ പാട്ട് പിന്നെ ഞാൻ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ പാട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ബനാനേ എന്നൊക്കെ ഉള്ളൊരു പാട്ടില്ലേ, മിക്സ്ഡ് ആണ്. പിന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നാഫി നല്ല കളിച്ചിട്ടോ നാഫിമോന്. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ 1:30 1 മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്തിയപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.